2-3 ആഴ്ചയായി നിങ്ങൾക്ക് മാറാത്ത ഒരു വരണ്ട ഡ്രൈ ആയിട്ടുള്ള ഒരു കഫ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കോഴ്സ് കഴിയുമ്പോൾ വീണ്ടും ഈ ചുമ ട്രിഗറായി വരുന്നു. എന്നാൽ ഇത് ഒരു ഇൻഫെക്ഷൻ കൊണ്ടുള്ള ചുമയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ചുമയുടെ പിന്നിലുള്ള കാരണം അലർജി ആയിരിക്കാം. അലർജി കാരണം ഉണ്ടാകുന്ന ഒരു ചുമയുടെ പിന്നിൽ ബാക്ടീരിയോ വൈറസോ അല്ല, എയർവേ ഇൻഫ്ലമേഷനാണ് ഇതിന് പിന്നിലെ കാരണം. നമുക്ക് പറ്റാത്ത പൊടിയോ തണുപ്പോ പോളൻ ഗ്രെയിൻസോ സ്മോക്കോ എന്ത് വേണമെങ്കിലും ആവാം. ഇത് നമ്മുടെ നെയ്സൽ ലൈനിങ്ങിലാണെങ്കിലും അതുപോലെ തൊണ്ടയിലാണെങ്കിലും എയർവേയിലാണെങ്കിലും ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ കാരണമാണ് പലപ്പോഴും ഡ്രൈ കഫ് ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടി പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ഉണ്ടാവും. പക്ഷേ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഈ കഫ് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കാരണം മനസ്സിലാക്കാതെ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയാസിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുകയും ഇത് തന്നെ പലപ്പോഴും ഗട്ടിലും കാര്യങ്ങളിലൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വീക്കൻ ആവുകയും ഒപ്പം തന്നെ അലർജി കൂടാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ഈ ആൻറ്റിബയോട്ടിക് ഫ്യൂച്ചറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ആക്ഷൻ കുറവായി കാണും. ഞാൻ എൻ്റെ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഈ ചുമ മാത്രം കുറയ്ക്കുന്നതിലല്ല, അതിന് പകരം ഇതെന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് കൃത്യമായിട്ട് ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്യും. അത് മനസ്സിലാക്കുകയും പേഷ്യൻസിനോട് അത് ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നു. അടുത്തതായി ചെയ്യുന്നത് സ്ഥിരമായി വരുന്ന ഈ എയർവേ ഇൻഫ്ലമേഷൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കഫിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, സ്ലീപ്പിംഗ് പാറ്റേൺ ഇവ 3ഉം കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവ ഡയറക്റ്റ്ലി അലർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിപ്പെൻഡൻസി കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബോഡിക്ക് തന്നെ സിംറ്റംസ് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ലോങ് ടേം മാനേജ്മെൻറ്റ് അപ്രോച്ച് ഫോളോ ചെയ്താൽ മാത്രമേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി വരുന്ന കഫ് നമുക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ മുഴുവനായി മാറ്റിയെടുക്കാനും സാധിക്കുള്ളൂ. നിങ്ങൾക്ക് അലർജി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അലർജി കാരണം ഒരു മാസത്തിൽ എത്ര തവണ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്? അലർജിയെ പറ്റിയിട്ടും അലർജി കഫിനെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.